ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഞാൻ സിമ്പിളായ ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കണമെന്നാണ് കാണിക്കണത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പാത്രം വെച്ചു. അപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ സ്റ്റൗവിലാണ് വെക്കണത്. അപ്പോൾ അത് പാത്രം വെച്ച് നമ്മൾ ആദ്യം തന്നെ നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എണ്ണയല്ല, നെയ്യാണ് ഒഴിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂപ്പിക്കാൻ വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ നീളത്തിൽ അരിഞ്ഞ സബോള ഇട്ടുണ്ടായിരുന്നു. അതൊന്ന് ബ്രൗൺ കളർ ആവാൻ വേണ്ടി, ബ്രൗൺ എന്ന് വെച്ചാൽ ഭയങ്കര ബ്രൗൺ അല്ല, ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ മൂപ്പിക്കാനായിട്ട് ഉപ്പ് കുറച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ പച്ചക്കറികൾ ഇട്ടത്, ബീൻസും ക്യാരറ്റും. അത് നമ്മൾ തലേദിവസം തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചെമ്മീനും തലേദിവസം തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മൂന്നും കൂടി നമ്മൾ അതിൻ്റെ ഉള്ളിലിട്ട് വേവിച്ച് വെച്ചു. അപ്പോൾ പെട്ടെന്ന് വേവാനായിട്ട് നമ്മൾ പിന്നെയും ഉപ്പിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ഉപ്പിടണത്, അല്ലാണ്ട് കുറേ കോരിയൊന്നും ഇടണമെന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം കൂടി യോജിപ്പിച്ച് കുറച്ച് നേരം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ മാഗി മസാല പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ മാഗി മസാല പൗഡർ മാത്രമാണ് നമ്മൾ മസാല ഇട്ടിട്ടുള്ളത്, വേറെ ഒരു മസാലയില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് സോസ് ആഡ് ചെയ്യാം, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. എനിക്ക് മസാല ഇട്ടിട്ടുള്ള ആ ഒരു ഇതിലാണ് എനിക്കിഷ്ടം, അതുകൊണ്ടാട്ടോ ഞാൻ സോസ് ഇടാത്തത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുട്ട അതിനുള്ളിൽ ഇട്ടിട്ട് അതെല്ലാം കൂടി യോജിപ്പിച്ചു. അത് യോജിപ്പിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറൊക്കെ മുമ്പേ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സെപ്പറേറ്റ് ആണ് വേവിക്കലൊക്കെ. ചോറൊക്കെ സ്പ്രിങ് ഓണിയനും പിന്നെ നമ്മുടെ മല്ലിയിലും അതൊക്കെ കൂടി ഒരുമിച്ച് അതിനുള്ളിൽ ഇട്ടിട്ട് ഇളക്കി അങ്ങനെ നമ്മൾ കുറച്ച് നേരം മൂടി വയ്ക്കും. അതൊന്ന് ഒരു 5-10 മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മളത് ഓഫ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ സിമ്പിളായ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെ ഒരു പൂതിക്ക് ഞാൻ ആദ്യം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ അമ്മയുടെ ഒരു കൈ സഹായം കൂടി ഉണ്ട് കേട്ടോ. ഞാൻ മാത്രമല്ല, അമ്മയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, നിനക്ക് ഫ്രൈഡ് റൈസ് വേണമെങ്കിൽ നീ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് കഴിച്ചോളൂ. എന്താണെന്ന് വെച്ചാൽ എല്ലാ പ്രാവശ്യം അമ്മ തന്നെയാണല്ലോ എല്ലാം ഉണ്ടാക്കി തരണത്. അപ്പോൾ അതുകൊണ്ട് അമ്മ പറഞ്ഞു, നീ തന്നെ സ്വന്തം ഉണ്ടാക്കി കഴിക്കാതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയും ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കി. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ ഇനിയും വീഡിയോസ് വരും, അതൊക്കെ കാണും വേണം. പിന്നെ എല്ലാ പ്രാവശ്യം പറയണ പോലെ കമൻറ്റ് എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ അഗെയിൻ താങ്ക് യു.